മോനെ, നമ്മുടെ നാട്ടിൽ മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ ആദ്യം പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. തനിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും കയറി തലയിടാതിരിക്കുക. മനസ്സിലായോ? താൻ ഇതിനകത്താണോ സ്ഥിര താമസം? എന്താ? അല്ല, താൻ IG-യുടെ മടിയിൽ തലവെച്ച് കിടന്ന് SP യെ കൊണ്ട് കാല് തിരുമിച്ച് അങ്ങനെ ഫുൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടല്ലോ ജീവിക്കുന്നത്. പുറത്തോട്ടിറങ്ങുമല്ലോ എന്ന് ചോദിച്ചാ ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. സിഗരറ്റാ പോവാ. ഈ മുഖമൊന്ന് ഓർമ്മയിൽ വെച്ചു. CA കുര്യനെ ഇപ്പം ദിടീന്ന് ട്രാൻസ്ഫർ ചെയ്യിച്ചത് ആരുടെ കളിയാണെന്ന് മനസ്സിലായില്ല. മൊത്തത്തിൽ നടന്ന ഷഫിളിന്റെ ഭാഗമായിട്ട് അല്ല, ഇത് CM-ന്റെ ഓഫീസിൽ പിടിയുള്ള ആരോ നടത്തിയ പണിയാ. പകരം വരുന്നത് ആരാണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടുമില്ല. കരുണാകരൻ, അതെ, ഞാനങ്ങോട്ട് വരിക. ആ ശരി, ഞാൻ ഇറങ്ങട്ടെ. നീ ഇപ്പോ ഇവിടെ ഫാക്ടറിക്കകത്ത് തന്നെ കാണുമോ? ഉവ്വ്, ഇല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ. എവിടെയായാലും ഞാൻ കർണാടനെ വിളിക്കാം. ശ്രീഹരി അവൻ ഇത്തിരി മൂപ്പ് കാണിക്കുന്നുണ്ട്. അതവന് നല്ലതിനല്ല. അത് ഞാൻ നോക്കിക്കോളാം. അവന്റെ ഈ തിരിച്ചുവരവ് എന്തോ വാങ്ങിച്ച് കെട്ടാനാണെന്നാ തോന്നുന്നത്. എന്ത് ചെയ്യാൻ? വാ വക്കീലേ. കരു അരിയേട്ടനാടാ ചക്കരെ. എന്നെ മനസ്സിലായില്ലേ? CBI എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് മാത്രമല്ല അർത്ഥം. സെൻട്രൽ ബോൾട്ടിന് ഇടി എന്നുകൂടിയാണ്. തനിക്ക് എന്താ വേണ്ടത്? ഒരു കേസന്വേഷണം ആവുമ്പോൾ നാട്ടുകാരെ മുഴുവൻ കൺവിൻസ് ചെയ്യാൻ പോലീസിനാവില്ലെന്ന് താൻ പറഞ്ഞു. പക്ഷെ എന്നെ താൻ കൺവിൻസ് ചെയ്യണം. ബാലേന്ദ്രന്റെ കൊലപാതകത്തിന്റെ സിനോറിയോ വളരെ ബ്രില്യന്റ് ആയി താനും ആ DYSPയും കൂടെ മാറ്റി എഴുതി. ഈ പറഞ്ഞ നാട്ടുകാർക്ക് അത് മതിയാവും. എനിക്ക് ബോധിക്കില്ല. സത്യം താൻ എന്നോട് പറയണം. പറയണം. താൻ പറയും. ഇയാളെന്താ ഹീറോയിക് ലൈനിൽ വരട്ടുന്നു? വക്കീലേ, ഈ കേസിൽ തനിക്ക് ആരും വക്കാലത്ത് തന്നിട്ടില്ല. മോന്ത പിടിച്ച് തറയിൽ ഒരച്ച് കണ്ണും മൂക്കുക എന്നറിയാത്ത രൂപത്തിലാക്കും ഞാൻ. പറ കാരണ. എന്തു പറയാൻ? എനിക്കൊന്നും അറിയില്ല. വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. തനിക്കറിയേണ്ടത് പോയി ആ രാമനുണ്ണിയോട് ചോദിക്കേ. താൻ ഈ കേസിൽ കാണിച്ച അമിതാവേശം ഉണ്ടല്ലോ, ആ DYSPയുടെ മുമ്പിൽ വെച്ച്, അതിന്റെ പേരിലാന്ന് കൂട്ടിക്കോ. രാമനുണ്ണി പറയേണ്ടതും അതിലപ്പുറവും താൻ പറയണം. ഹരി തല്ലല്ലേ, ഞാനൊരു പേഷ്യന്റാ. ബൈപ്പാസ് 2 കഴിഞ്ഞ് നിൽക്കുക. എന്നാ പറ മോനെ ഹൃദയരോഗി, കളത്തിൽ രാമനുണ്ണിക്ക് വേണ്ടി നീ ചാവും എന്നൊന്നും വാക്ക് കൊടുത്തിട്ടില്ല. ഞാനെന്തിനാ അവന് വേണ്ടി ചാവുന്നത്? അവനൊരു അബദ്ധം പറ്റിയെന്ന് വന്ന് പറഞ്ഞപ്പോ എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാൻ ചെയ്തു കൊടുത്തു. രക്ഷപ്പെടാൻ ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു. ഒരാളെ കൊല്ലുന്നതാണോ കരുണ അബദ്ധം? അതിനെ മറയ്ക്കാൻ കൂട്ടുനിൽക്കുന്നതാണോ കരുണ സഹായം? അല്ല, സത്യത്തിൽ അതൊരു കയ്യബദ്ധമായിരുന്നു. എന്താ ബാല ചെയ്യാ? ഞാൻ ഈ ചെട്ടിയാർ ഇരിക്കപ്പുറത്ത് തരണില്ലേ? ഈ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ. ഒരു പാർട്ടി ക്യാഷും കൊണ്ട് എന്റെ പിറകെ നടക്കുക. ഈ കച്ചവടം നടന്നാലേ എനിക്കും രക്ഷയുള്ളൂ. എങ്ങോട്ട് പോവും ഇവിടുന്ന് ഇറങ്ങിയിട്ടെന്നുള്ള കാര്യത്തിൽ നീ വിഷമിക്കണ്ട. ഞാൻ ആ എഴുത്തച്ഛനോട് വാങ്ങിയ വീട് ഒഴിഞ്ഞു കിടക്കുക. നീ എന്തോ അങ്ങോട്ട് മാറിക്കൂ. പാവം, പരസഹായമില്ലാണ്ട് നടക്കാൻ വയ്യാത്ത ഗതിയിലായി പോയില്ലടോ ചെട്ടിയാരെ. ഈ ഗതിയിലാക്കിയവനെ ഞാൻ കണ്ടു. അതിന് കൂലി കൊടുത്ത് വിട്ടാരാന്നും അവൻ പറഞ്ഞു. ഏതാ? ശ്രീഹരി ആ പീതാംബരനെ തല്ലി കോലം കെടുത്തിയിട്ട് അങ്ങനെ ഒരു നുണ പറയിച്ചെന്ന് ഞാൻ അറിഞ്ഞു. നീയും ഇന്ദു അത് വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ശ്രീഹരിയെ നിന്റെ മുമ്പിൽ കൊണ്ടുവരും ഞാൻ. സത്യം അവന്റെ നാക്കിൽ നിന്ന് വരുന്ന കാണാലോ. അതറിയാൻ വൈകിപ്പോയി ഞാൻ. നീ ഒരു തന്തയില്ലാത്തവനാണ്. എന്ത് ശ്രീഹരിയുടെയും ജീവിതം ചവിട്ടിയരച്ചവനാണ്. നായിന്റെ മോനെ, നിന്നെ ഞാൻ എവിടെയോ ഒരു പിഴ പറ്റി, അതാ. അല്ലെങ്കിൽ നിന്റെ മരണവും അവന്റെ ജയിലിൽ പോക്കും ആശിച്ച പോലെ അവളെ ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ടാവും. ഇനിയും വൈകിട്ടില്ല. അവളെ എനിക്ക് വേണം. അതിനുള്ള കളികൾ രാമനുണ്ണി ഇനിയും തുടരും. ഇനി എന്നെ വിട്. അറിയാനുള്ളതെല്ലാം അറിഞ്ഞില്ലേ? ഇനി നമ്മൾ തമ്മിൽ കാണുമോ? കാണരുത്. കണ്ട അടി താൻ മേടിക്കുക. രാമനുണ്ണിയെ താൻ കണ്ടു എന്ന് ഞാൻ അറിഞ്ഞാലും പേട തനിക്കാണ്.
മനസ്സിലായോ? വാസുവല്ല കൊന്നതെന്ന് നാട്ടിലെ എല്ലാവർക്കും അറിയാം. എന്ത് ഓഫറാ രാമനുണ്ണി അവന് കൊടുത്തതെന്നറിയോ? അങ്ങനെ സംഖ്യയൊന്നും അവൾക്കറിയില്ല. രാമനുണ്ണി പറഞ്ഞാ പിന്നെ വാസുവിനെതിര് പറയാൻ പറ്റുമെന്ന് അവള്. ശാന്തടുത്തി പറഞ്ഞാൽ അവൾ അനുസരിക്കില്ലേ? അവൾ ഇവിടുത്തെ അടുക്കളപ്പുറത്ത് വളർന്ന പെണ്ണല്ലേ. ഈ വാസുവിന്റെ ആലോചന വന്നപ്പോ തന്നെ ഞാനും ബാലേട്ടനും കൂടി നടത്തിക്കൊടുത്ത്. അവളകത്തില്ലേ? ഉണ്ട്. എന്താ അവളെ കൊണ്ട് വേണ്ടത് അത് പറ. വാസു മൊഴിമാറ്റി പറയണം. രാമനുണ്ണിയാണ് ബാലചന്ദ്രനെ കൊന്നതെന്ന് പോലീസിനോട് പറഞ്ഞാൽ 10 ലക്ഷം സത്യം പറഞ്ഞ് പുറത്തിറങ്ങി പോരുമ്പോ അതവന്റെ കയ്യിലുണ്ടാവും. ആ പണവും കൊണ്ട് കെട്ടിയോളെ വിളിച്ച് എവിടെയെങ്കിലും പോയി പിഴയ്ക്കാൻ പറ. ഈ പറഞ്ഞത് സത്യമാണെങ്കില് ഞാൻ ജയിലിൽ പോയി മൂപ്പരെ കണ്ട് സമ്മതിപ്പിച്ചോളാം. രാമനുണ്ണി നോക്കിക്കോളൂന്നൊക്കെ കാര്യം സാധിക്കാൻ പറയും. ശിക്ഷ വിധിച്ച് ജീവപര്യന്തത്തിന് വാസു അകത്ത് കിടന്ന തന്നെ. പിന്നെ നിന്റെ കാര്യം കുഴപ്പത്തിലാവും. കുട്ടി 10 ലക്ഷം ഉറുപ്പിയാന്ന് പറഞ്ഞാലേ ഏതെങ്കിലും നാട്ടിൽ പോയി ഇത്തിരി മണ്ണും വാങ്ങിച്ച് അതിൽ ജീവിച്ചൂടെ നിനക്കും അവനും. എനിക്ക് മനസ്സിലായി ശാന്തേടത്തി. ഞാൻ പോയി കണ്ട് സംസാരിക്കാം. വാസുവേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം. പറഞ്ഞ പണം നിന്റെ കയ്യിൽ ആദ്യമേ തരും. എന്നിട്ട് പോയാ മതി നീ. മുതലാളിമാര് പറയും പോലെ ഞാൻ ചെയ്തോളാം. വാസു തയ്യാറായില്ലെങ്കിലോ? അവൻ കൊടൈക്കനാലിലെ വിശ്രമ കേന്ദ്രത്തിൽ സുഖവാസത്തിലൊന്നുമല്ലല്ലോ, ഈ നരകത്തിനകത്തല്ലേ. ചെന്ന് കയറിയപ്പോഴുണ്ടായിരുന്ന ആവേശമൊക്കെ തണുത്ത് കാണും. ആ പെണ്ണ് പോന്നോളാ, അവള് സമ്മതിപ്പിക്കും. എന്താ ജയിലിന് പുറത്തേക്കണേ? ജയിലിനകത്തേക്ക് ചാടാൻ പറ്റുമോ നോക്കുക. ചേട്ടൻ കൂടുന്നോ? എന്തായി? ഓക്കെ അല്ലേ? വാസു റെഡി. നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോ മണിമണിയായിട്ട് സത്യം പറയും. ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. ഇതെന്തോന്നടേ, ആന ഫാമ? നമസ്കാരം. നമസ്കാരം. രാമനുണ്ണി സാറില്ലേ? ഇല്ല, അതോട്ടിരിക്കാം. എവിടെയാണാവോ? അറിയില്ല. എന്താണാവോ സാർ കാര്യം? എന്റെ അമ്മായിയുടെ രണ്ടാമത്തെ മോള് സരളെ അവന് കെട്ടിച്ചു കൊടുക്കാന്. ഇവരുടെ മോനെ, ഇത് CI സുഗതൻ. എന്താ എന്താ കാര്യം? അവന്റെ തള്ളയാണോടാ? അതെ സാർ. മോനെ, ഒരുത്തനെ കൊന്നിട്ട് ഒളിച്ചു കിടക്കുക. അവനൊരു ഡമ്മി ഇറക്കിയിരുന്നു, വാസു. വാസു ഉള്ള സത്യമൊക്കെ പറഞ്ഞ് കൈയൊഴിഞ്ഞു. രാമനുണ്ണി കിമ്പളം കൊടുത്ത് പോറ്റിരുന്ന CI കുര്യൻ മാറി. പകരം വന്ന ആളാ ഞാൻ. ഞാൻ അവനെയും കൊണ്ടേ ബലക്കൊന്ന് പറഞ്ഞേക്ക്. എന്നാ പോട്ടാ അണ്ണ. ഈ ചെക്കൻ എന്തൊക്കെ കുഴപ്പങ്ങളാണ് കാട്ടിക്കൂട്ടണം എന്റെ ഈശ്വര. സാറ് വിളിച്ചിരുന്നു. അമ്മയോട് വടക്കാഞ്ചേരി മാവന്റെ അടുത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ. ആണും പെണ്ണുമായിട്ട് ഒന്നിനെ ദൈവം തന്നുള്ളൂ. അതിന്റെ പ്രകൃതം ഇങ്ങനെയായിപ്പോയി. എല്ലാം മൂദേവി ഒറ്റ ഒരുത്തി കാരണമാ. CI കുര്യൻ ചെറ്റയാണെങ്കിലേ ഈ സുഗതൻ അവന്റെ അപ്പനാ. ചെറ്റത്തരത്തിന്റെ കാര്യമാ പറഞ്ഞത്. ശ്രീഹരി കേക്കണം, ശ്രീഹരി കേക്കണം. പറഞ്ഞോളൂ, ഞാൻ കേൾക്കണുണ്ട്. ഈ ജോസേട്ടൻ ഉണ്ടല്ലോ, ഈ ഇരിക്കുന്ന ജോസേട്ടൻ, ഇയാള് പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. അതൊരു കടപ്പാടിന്റെ കഥയാ. കുര്യനെ മാറ്റി എന്നെ ഇവിടെ കൊണ്ടുവന്നതെല്ലാം ഇയാളുടെ കളികളാ. ഇയാളെ ആള് ഭയങ്കരനാ. അപ്പൊ ഇയാൾക്ക് വേണ്ടി, ശ്രീഹരിക്ക് വേണ്ടി ഈ സുഗതൻ എന്തും ചെയ്യും. അതെ, രാമനുണ്ണി രക്ഷപ്പെടരുത്. ഞങ്ങൾക്ക് ആ ഒരു നിർബന്ധമേ ഉള്ളൂ. അവൻ രക്ഷപ്പെടണ അന്ന് ഈ സുഗതൻ പാതി മീശ പഠിച്ച് തൊപ്പി തിരിച്ചേപ്പിച്ച് വീട്ടിൽ പോവും. രക്ഷപ്പെടില്ല സാറേ, ഇതാള് സുഗതനാ. ശ്രീഹരി, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ കുത്തി പണ്ടം ചാടിച്ചനാ പട്ടിയുടെ. അവൻ ചെയ്ത തെറ്റിന് അവന് കിട്ടേണ്ട ശിക്ഷ കിട്ടണം. അതിനപ്പുറത്തുള്ള പ്രതികാരമൊന്നും എനിക്കില്ല. അവനെ ഞാൻ പേപ്പിട്ടിയെ പിടിക്കുന്ന പോലെ കഴുത്തി കമ്പിയിട്ട് മുറുക്ക് ജീപ്പി കയറ്റി കൊണ്ടുപോകും. അതെ, അപ്പൊ സുഗതൻ ചെല്ല്, നമുക്ക് നാളെ കാണാം. ഞാൻ ബോറായി തുടങ്ങിയല്ലേ ജോസേട്ടാ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. അപ്പൊ എല്ലാരും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇവാള് പുലിയാട്ട. ഇവൻ പൊക്കുന്ന് പറഞ്ഞാ പൊക്കും. അല്ല, ഇപ്പൊ അയാൾക്ക് ഒറ്റയ്ക്ക് പൊങ്ങിയില്ലെങ്കിലേ നോക്കൂടെ സഹായിക്കാം. എന്താ?